UDF ജില്ലാ ചെയർമാനായി മുൻ MLA TV ചന്ദ്രമോഹനെ നിയമിച്ചു. 8 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിക്കുന്നത്. PC ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് രാജി. പേരാമംഗലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർത്ത് 7 ലക്ഷം രൂപ കവർന്നു. കടവിൽ ജോർജിന്റെ കാറിൽ നിന്നാണ് പണം കവർന്നത്. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ വാടാമുറി വനത്തിൽ കണ്ടെത്തി. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി മയക്കുവെടിവെച്ച് കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റി. മാമാങ്കത്തിനൊരുങ്ങി മച്ചാട്. കൂറയിടൽ ചടങ്ങ് നടന്നു. ഈ മാസം 18-നാണ് മച്ചാട് മാമാങ്കം. വാർത്തകൾ വിശദമായി. മുൻ MLA TV ചന്ദ്രമോഹനെ UDF ജില്ലാ ചെയർമാനായി നിയമിച്ചു. 8 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥിയുടെ പരാജയത്തെ തുടർന്നുണ്ടായ വിവാദങ്ങളെ തുടർന്ന് MP വിൻസെന്റ് UDF ചെയർമാൻ സ്ഥാനം രാജിവെക്കുകയായിരുന്നു. സമവായ ചർച്ചകൾക്കൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിച്ചത്. തലശ്ശേരിയിൽ നിന്ന് ഉപരിപഠനാർത്ഥം തൃശൂരിലെത്തിയ ചന്ദ്രമോഹൻ വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത്. 4 പതിറ്റാണ്ടായി തൃശൂരിലെ കോൺഗ്രസ് തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ അമരത്തുള്ള അദ്ദേഹം സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രവർത്തനത്തിലൂടെ പൊതുസമൂഹത്തിലെ സൗമ്യ സാന്നിധ്യമാണ്. 1991 മുതൽ 2001 വരെ തുടർച്ചയായി 10 വർഷം കുന്നംകുളം നിയോജകമണ്ഡലം MLA ആയിരുന്നു. 2 തവണ ഗുരുവായൂർ ദേവസ്വം ചെയർമാനായി സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. KSU സംസ്ഥാന കമ്മിറ്റി അംഗം, കേരളവർമ്മ കോളേജ് യൂണിയൻ ചെയർമാൻ, ജില്ലാ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റ്, DCC ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ്, INTUC ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ഉപാധ്യക്ഷൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി, KPCC മെമ്പർ, INTUC ദേശീയ കൗൺസിൽ അംഗം തുടങ്ങിയ പദവികളും വഹിച്ചിട്ടുണ്ട്. നിലവിൽ സീതാറാം ടെക്സ്റ്റൈൽ ലേബർ കോൺഗ്രസ് എന്നീ യൂണിയനുകളുടെ പ്രസിഡന്റാണ്. NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് PC ചാക്കോ. പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് PC ചാക്കോയുടെ രാജി. രാജിക്കാര്യം പാർട്ടി ദേശീയ അധ്യക്ഷൻ ശരത് പവാറിനെ അറിയിച്ചു. അതേസമയം ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്ത് ചാക്കോ തുടരും. PC ചാക്കോ രാജിവെച്ച സാഹചര്യത്തിൽ ഈ മാസം 18-ന് ചേരാനിരുന്ന NCP നേതൃയോഗം മാറ്റി. പേരാമംഗലത്ത് കാറിന്റെ ചില്ല് തകർത്ത് 7 ലക്ഷത്തോളം രൂപ കവർന്നു. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു സംഭവം. തൃശൂരിലെ AS ട്രേഡേഴ്സ് സ്ഥാപനത്തിലെ ജീവനക്കാരൻ പേരാമംഗലം സ്വദേശി കടവിൽ ജോർജിന്റെ വാഹനത്തിൽ നിന്നാണ് പണം കവർന്നത്. രാത്രി കടയടച്ചതിന് ശേഷം വീട്ടിലേക്ക് വരുന്നതിനിടെ 9:30-യോടെ പേരാമംഗലം പള്ളിയിൽ പോയി തിരികെ വന്നപ്പോഴാണ് കാറിന്റെ ചില്ല് തകർത്ത നിലയിൽ കണ്ടെത്തിയത്. AS ട്രേഡേഴ്സ് സ്ഥാപനം ഉടമ സ്ഥലത്ത് ഇല്ലാത്തതിനെ തുടർന്നാണ് ജീവനക്കാരനായ ജോർജ് കളക്ഷൻ പണം വീട്ടിലേക്ക് കൊണ്ടുവന്നത്. കാറിന്റെ ഇടതുവശത്തെ ചില്ല് തകർത്താണ് മോഷ്ടാവ് പണം കവർന്നത്. പേരാമംഗലം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് മേഖലയിലെ CCTV ക്യാമറകൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനായി അന്വേഷണം ആരംഭിച്ചു. മസ്തകത്തിൽ മുറിവിന് ചികിത്സ നൽകി വനപാലകർ വിട്ടയച്ച കാട്ടാനയെ അതിരപ്പള്ളി വാടാമുറി വനത്തിൽ കണ്ടെത്തി. തീറ്റെടുക്കലും വെള്ളം കുടിക്കലുമെല്ലാം ആന കൃത്യമായി നടത്തുന്നുണ്ടെന്ന് നിരീക്ഷണ സംഘം അറിയിച്ചു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ പ്രദേശത്ത് നിന്നും മയക്കുവെടി വെച്ച് ആനയെ വിദഗ്ധ ചികിത്സ നൽകുന്നതിന് കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റാനാണ് വനപാലകരുടെ ശ്രമം. അരിക്കൊമ്പന് വേണ്ടി 2 വർഷം മുൻപ് ആനക്കൂട് നിർമ്മിച്ചിരുന്നു. ആനക്കൂടിന്റെ പരിശോധന അടുത്ത ദിവസം നടക്കും. വൈൽഡ് വെറ്റിനറി ചീഫ് ഫോറസ്റ്റ് ഓഫീസർ ഡോക്ടർ അരുൺ സക്രയുടെ നിർദ്ദേശപ്രകാരമാണ് കൂട് പരിശോധിക്കുന്നത്. ഏറ്റവും മോശപ്പെട്ട അവസ്ഥയാണെങ്കിൽ യൂക്കാലി മരങ്ങൾ ഉപയോഗിച്ച് വീണ്ടും ആനക്കൂട് നിർമ്മിക്കേണ്ടി വരും. ആനക്കൂടിന്റെ കാര്യത്തിൽ തീരുമാനമായ ശേഷം മാത്രമായിരിക്കും ആനയെ പിടികൂടുക. പ്രസിദ്ധമായ മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം കൂറയിടൽ ചടങ്ങ് നടന്നു. 18-കാവ് വേലയിലെ അരക്കാവ് മാമാങ്കം കൂറയിടലാണ് എന്നാണ് ഐതിഹ്യം. ഇക്കുറി മാമാങ്കത്തിന് നേതൃത്വം നൽകുന്നത് പുന്നമ്പറമ്പ് തട്ടകമാണ്. തട്ടകത്ത് നിന്ന് മുറിച്ചെടുത്ത പച്ചമുള ആർപ്പ് വിളികളോടെ തട്ടക നിവാസികൾ തിരുവാണിക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചതോടെ കറ്റയിടൽ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് മുള കീറി അലകുകളാക്കി പടി രൂപത്തിലാക്കി വടക്കേ നടയിൽ സ്ഥാപിച്ചതോടെ മാമാങ്കം കൂറയിട്ടു. ശങ്കരനാരായണൻ, മകൻ പ്രവീൺ, രാജീവ് എന്നിവരാണ് ദേശത്തെ തച്ചന്മാർ. മാമാങ്ക കമ്മിറ്റി പ്രസിഡന്റ് അശ്വിനി കണ്ണൻ, സെക്രട്ടറി TS ജയൻ,
ട്രഷറർ നന്ദകുമാർ, ജനറൽ കൺവീനർ MS ജയൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ഫെബ്രുവരി 18-നാണ് പ്രശസ്തമായ മച്ചാട് മാമാങ്കം. കൊടകര പെരിങ്ങാംകുളത്ത് ആളില്ലാത്ത വീട്ടിൽ നിന്ന് 53 പവൻ ആഭരണങ്ങൾ കവർന്ന കേസിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കി. പെരിങ്ങാംകുളം കൈപ്പള്ളി രാധാകൃഷ്ണന്റെ വീട്ടിലാണ് തിങ്കളാഴ്ച രാത്രി കവർച്ച നടന്നത്. കിടപ്പുമുറിയുടെ ജനൽ കമ്പികൾ അറുത്തുമാറ്റിയാണ് മോഷ്ടാക്കൾ അകത്തു കടന്നത്. വീട്ടുടമ സ്ഥലത്തുണ്ടായിരുന്നില്ല. കവർച്ച നടന്നതറിഞ്ഞ് വീട്ടുടമ നാട്ടിലെത്തിയിട്ടുണ്ട്. പരിസരത്തെ വീടുകളിലെയും സ്ഥാപനങ്ങളിലെയും CCTV ക്യാമറകൾ പോലീസ് പരിശോധിച്ചുവെങ്കിലും നിർണായകമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് വിവരം. കൊടുങ്ങല്ലൂരിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചു. പതിയാശ്ശേരി പുഴങ്കരയിലത്ത് ആസാദിന്റെ ഭാര്യ 26 വയസ്സുള്ള സജ്ജനയാണ് മരിച്ചത്. ഇന്നലെ രാത്രിയിലായിരുന്നു സംഭവം. കൊടുങ്ങല്ലൂരിലെ മോഡേൺ ആശുപത്രിയിൽ പ്രസവം നടന്നയുടൻ സജ്ജന ബോധരഹിതയാവുകയായിരുന്നു. ഉടൻ തന്നെ പ്രാഥമിക ശുശ്രൂഷയ്ക്ക് ശേഷം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. അമ്നോട്ടിക് ഫ്ലൂയിഡ് എംബോളിസം എന്ന രോഗാവസ്ഥയാണ് സജ്ജനയ്ക്കുണ്ടായതെന്നും പ്രസവ സമയത്ത് അപൂർവമായി മാത്രം ഉണ്ടാകുന്ന രോഗമാണിതെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. കൊടുങ്ങല്ലൂർ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. സംസ്ഥാനത്ത് മാർച്ച് 1 മുതൽ വാഹനങ്ങളുടെ RC ബുക്കുകൾ പൂർണ്ണമായും ഡിജിറ്റലാകും. RC ബുക്കുകൾ പ്രിന്റ് എടുത്ത് നൽകുന്നതിന് പകരമാണ് ഡിജിറ്റലായി നൽകുന്നത്. വാഹനം വാങ്ങി മണിക്കൂറുകൾക്കുള്ളിൽ രജിസ്ട്രേഷൻ പൂർത്തിയാക്കി വാഹൻ വെബ്സൈറ്റിൽ നിന്നും RC ബുക്ക് ഡൗൺലോഡ് ചെയ്യാനാകും. മാർച്ച് 1 മുതൽ RC ബുക്കുകൾ ഡിജിറ്റലാകുന്നതിന് മുന്നോടിയായി പ്രത്യേക നിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് നൽകുന്നുണ്ട്. ഫെബ്രുവരി മാസത്തിനുള്ളിൽ എല്ലാ വാഹന ഉടമകളും RC ബുക്കുമായി ഫോൺ നമ്പറുകൾ ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗത കമ്മീഷണർ H. നാഗരാജു പറഞ്ഞു. ആധാറുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന ഫോൺ നമ്പറുകളാണ് നൽകേണ്ടതെന്നും ഓൺലൈൻ വഴി സ്വന്തമായോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ നമ്പറുകൾ അപ്ഡേറ്റ് ചെയ്യണമെന്നും ഗതാഗത കമ്മീഷണർ അറിയിച്ചു. നിലവിൽ ഡിജിറ്റലായിട്ടാണ് ലൈസൻസ് നൽകുന്നത്. നേരത്തെ ലൈസൻസ് പ്രിന്റ് ചെയ്ത് തപാലിൽ അയച്ചിരുന്നു. ഇതൊഴിവാക്കിയാണ് ലൈസൻസ് ഡിജിറ്റലാക്കിയത്. പകുതി വില തട്ടിപ്പ് കേസിൽ പ്രാഥമിക വിവരശേഖരണം തുടങ്ങി ക്രൈംബ്രാഞ്ച്. ജില്ലകളിലെ പരാതി ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള സംഘങ്ങളാണ് അന്വേഷിക്കുന്നത്. ഓരോ ജില്ലകളിൽ നിന്നും വന്ന പരാതികൾ പരിശോധിച്ച ശേഷം മൊഴിയെടുക്കേണ്ടവരുടെ വിശദമായ പട്ടിക തയ്യാറാക്കും. തുടർന്നാകും അന്വേഷണത്തിലേക്ക് കടക്കുക. മുഖ്യപ്രതി അനന്തുവിന്റെ ബാങ്ക് അക്കൗണ്ടുകളുടെ പരിശോധനയും അന്വേഷണ സംഘം തുടങ്ങി. പ്രാഥമിക പരിശോധന പൂർത്തിയാകുന്ന മുറയ്ക്കായിരിക്കും റിമാൻഡിലുള്ള അനന്തുവിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുക. കൊടുങ്ങല്ലൂരിലെ വിവിധ സ്കൂളുകളിലെ SPC കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡ് നടന്നു. കൊടുങ്ങല്ലൂർ P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, പുല്ലൂറ്റ് VK രാജൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ പാസിംഗ് ഔട്ട് പരേഡാണ് P. ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ നടന്നത്. ഡിവൈഎസ്പി VK രാജു സല്യൂട്ട് സ്വീകരിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത, SI K. സാലിം, കൌൺസിലർ അനിത ബാബു, പ്രധാന അധ്യാപകരായ സുനിൽകുമാർ, ഷൈനി ആന്റോ, മണി തുടങ്ങിയവർ പങ്കെടുത്തു. അന്ന ബെന്നി ജോസഫ് നയിച്ച കുഞ്ഞിക്കുട്ടി തമ്പുരാട്ടി സ്മാരക ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലാറ്റൂൺ മികച്ച പ്ലാറ്റൂണായി തിരഞ്ഞെടുക്കപ്പെട്ടു. കമ്മ്യൂണിറ്റി പോലീസ് ഓഫീസർമാരായ MM ശരത്, MH അഷിത, PA ബൈജു, EM ആരിഫ എന്നിവർ നേതൃത്വം നൽകി. അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഈ ഡയസിന് മുന്നിലൂടെ ഇന്ത്യൻ കമാൻഡായ KKTM GHSന്റെ ശ്രീനന്ദ AN വിശിഷ്ടാതിഥിക്ക് 1-ാം നമ്പർ പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഡയസിന് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശ്രേയ KS നയിക്കുന്ന 2-ാം നമ്പർ പ്ലറ്റൂൺ വിശിഷ്ടാതിഥിക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഡയസിന് മുന്നിലൂടെ കടന്നുപോകുന്നത് VKRM GHSന്റെ. സംസ്ഥാനത്ത് സ്വർണ്ണവില കുറഞ്ഞു. പവന് 560 രൂപയാണ് കുറഞ്ഞത്. ഇതോടെ റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണ്ണവില 64,000-ന് താഴെയെത്തി. ഒരു പവൻ സ്വർണത്തിന് 63,520 രൂപയാണ് ഇന്നത്തെ വില. ഇന്നലെ 64,480 എന്ന റെക്കോർഡ് നിരക്കിലെത്തിയ സ്വർണ്ണവില മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ കുറഞ്ഞിരുന്നു. അഖിലേന്ത്യാ 11 ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റിന് കോർപ്പറേഷൻ സ്റ്റേഡിയത്തിൽ തുടക്കമായി.
പഴയകാല ഫുട്ബോൾ താരങ്ങൾ അടക്കമുള്ളവർ ടൂർണമെന്റിൽ പങ്കെടുക്കുന്നുണ്ട്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരം ഡബിൾ ഹാട്രിക് താരവുമായ CD ഫ്രാൻസിസ് ടൂർണമെന്റിന്റെ കിക്ക് ഓഫ് ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സന്തോഷ്, കൺവീനർ അനിൽ തുടങ്ങിയവർ സംസാരിച്ചു. 3 ദിവസം നീണ്ടുനിൽക്കുന്ന ടൂർണമെന്റിൽ 16 ടീമുകളാണ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്നത്. ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടു. ഇനി കിക്ക് ഓഫാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ആ കാര്യം ഇവിടെ അതിൻ്റെ സംഘാടകർ സംഘടിപ്പിക്കും. ഈ ചടങ്ങിൽ നന്ദി പറയാൻ വേണ്ടി അന്തിക്കാട് പരപ്പൻചാൽ കോൾപ്പടവിൽ ചണ്ടി വന്നടിഞ്ഞത് മൂലം കൃഷി നശിച്ച സംഭവത്തിൽ കൃഷി വകുപ്പിന്റെ അടിയന്തര ഇടപെടൽ വേണമെന്ന് കേരള കർഷക സംഘം മണലൂർ ഏരിയ സെക്രട്ടറി VN സുർജിത്ത് ആവശ്യപ്പെട്ടു. കൃഷിനാശമുണ്ടായ പാടം സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു കർഷക സംഘം നേതാക്കൾ. കഴിഞ്ഞ ഡിസംബറിൽ പെയ്ത കനത്ത മഴയിൽ പല മേഖലകളിൽ നിന്നും മറ്റും ഒഴുക്കിൽ വന്നടിഞ്ഞ ചണ്ടിയാണ് കർഷകർക്ക് വിനയായത്. 30 ഏക്കർ നെൽപ്പാടമാണ് പടവിലുള്ളത്. ഭൂരിഭാഗം നെൽച്ചെടികളും ചണ്ടി വന്നടിഞ്ഞത് മൂലം വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത്. ബന്ധപ്പെട്ട കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ച് കൃഷിനാശം വിലയിരുത്തി. സർക്കാരിന് അടിയന്തര റിപ്പോർട്ട് നൽകണമെന്നും കർഷക സംഘം നേതാക്കൾ ആവശ്യപ്പെട്ടു. പരപ്പൻചാൽ കോൾപ്പടവിന് സബ്മേഴ്സിബിൾ പമ്പ് വേണമെന്ന ആവശ്യം പരിഗണിച്ചതായും ആവശ്യമായ നടപടിക്രമങ്ങൾ ആരംഭിച്ചതായും ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയായ VN സുർജിത്ത് അറിയിച്ചു. CPM അന്തിക്കാട് ലോക്കൽ സെക്രട്ടറി KV രാജേഷ്, ഏരിയ കമ്മിറ്റി അംഗം AV ശ്രീവത്സൻ, കർഷക സംഘം നേതാക്കളായ VK പ്രദീപ്, TG ദിലീപ് കുമാർ, കൃഷ്ണൻകുട്ടി മാണിക്കത്ത്, കർഷകൻ പുഷ്കരൻ ചക്കാണ്ടൻ എന്നിവരും ഉണ്ടായിരുന്നു. പീലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടിയ വിയൂർ മണലാറുകാവ് ദേവീക്ഷേത്രത്തിലെ വേല മഹോത്സവം ഭക്തിസാന്ദ്രമായി. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും ചടങ്ങുകളും നടന്നു. തുടർന്ന് നാദസ്വരം, ശിങ്കാരിമേളം തുടങ്ങിയ വാദ്യങ്ങളുടെ അകമ്പടിയോടെ 9 ദേശങ്ങളിൽ നിന്നുള്ള കാവടി സംഘങ്ങൾ ക്ഷേത്രത്തിലെത്തിച്ചേർന്നു. 5 ആനകളുടെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളിപ്പിൽ കൊമ്പൻ തിരുവമ്പാടി ചന്ദ്രശേഖരൻ തിടമ്പേറ്റി. മേളപ്രമാണി ചെറുശ്ശേരി കുട്ടൻ മാരാർ നയിച്ച മേളവും ചോറ്റാനിക്കര സുഭാഷ് മാരാർ നയിച്ച പഞ്ചവാദ്യവും എഴുന്നള്ളിപ്പിന് അകമ്പടിയായി. ഉത്രാളിക്കാവ് പൂര ദിവസമായ 25-ന് സ്കൂളുകളിൽ നടത്താനിരുന്ന പരീക്ഷ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി. ഗതാഗത തടസ്സം ഉണ്ടാകുന്നതിനാൽ വടക്കാഞ്ചേരി നഗരസഭയിലെ സ്കൂളുകളിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും സ്കൂളിൽ എത്തിച്ചേരാൻ ബുദ്ധിമുട്ട് ഉണ്ടാകുമെന്നും കൗൺസിലർമാർ പറയുന്നു. ഉത്രാളിക്കാവ് പൂര ദിവസം വടക്കാഞ്ചേരി നഗരസഭയിൽ സർക്കാർ പ്രാദേശിക അവധി പ്രഖ്യാപിക്കാറുള്ളതാണെന്നും പരീക്ഷ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്നും വടക്കാഞ്ചേരി നഗരസഭ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർമാൻ K. അജിത് കുമാർ മന്ത്രിക്ക് അയച്ച പരാതിയിൽ ചൂണ്ടിക്കാട്ടി. സർക്കാരിന്റെ ഈ വർഷത്തെ പരീക്ഷ സ്കൂളുകളിലെ പരീക്ഷാ കലണ്ടർ ഇറങ്ങിയപ്പോൾ ഫെബ്രുവരി 25-ന് പരീക്ഷ വെച്ചിരിക്കുക. അപ്പോൾ ഏകദേശം 10-25 സ്കൂളുകൾ ഉൾപ്പെടുന്ന ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് ഈ പൊതു അവധി ദിവസം തന്നെ പരീക്ഷയിൽ പങ്കെടുക്കേണ്ട സ്ഥിതിയാണ്. മാത്രമല്ല, ഈ പരീക്ഷയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ വരുന്ന അധ്യാപകർ, അതുമായി ബന്ധപ്പെട്ട ജീവനക്കാർ, കുട്ടികൾ, ഇവർക്കൊക്കെ അന്ന് ഇവിടെ വലിയ യാത്രാ തടസ്സം ഉണ്ടാവും എന്നുള്ളതുകൊണ്ട് പരീക്ഷയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരാൻ വലിയ ബുദ്ധിമുട്ടുണ്ട്. ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായി താന്യം പഞ്ചായത്തിലെ 50ഓളം കർഷകർക്ക് കാർപ്പ് മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് ഓഫീസിൽ നടന്ന ചടങ്ങിൽ പ്രസിഡന്റ് ശുഭ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. 5ാം വാർഡ് അംഗം ആൻഡ്രോ തൊറയൻ, ഫിഷറീസ് ഓഫീസർ ഫിനി,
അനീഷ് എന്നിവർ സംസാരിച്ചു. പണ്ഡിറ്റ് ദീനദയാൽ ബലിദാൻ ദിനം ആചരിച്ചു. BJP ഓഫീസിൽ നമോ ഭവനിൽ നടന്ന അനുസ്മരണ ചടങ്ങിൽ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ KV ശ്രീധരൻ, ബിജോയ് തോമസ്, സുരേന്ദ്രൻ ഐനിക്കുന്നത്ത്, മുരളി കോങ്ങാട്, വിപിൻ ഐനിക്കുന്നത്ത്, കൌൺസിലർ പൂർണിമ സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാന ബജറ്റിനെതിരെ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക പ്രതിഷേധ മാർച്ച് നടത്തി. ജില്ലാ സെക്രട്ടറി ലോനപ്പൻ ചക്കച്ചാമ്പറമ്പിൽ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കർഷക സമിതി സംസ്ഥാന പ്രസിഡന്റ് ഫ്രാൻസിസ് പിൻഹിയറോ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമിതി അംഗം ഡോക്ടർ മാർട്ടിൻ പി പോൾ, TUCC സംസ്ഥാന സെക്രട്ടറി KB രതീഷ് എന്നിവർ പങ്കെടുത്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് ഫിഷറീസ് വകുപ്പിന്റെ സഹകരണത്തോടെ മത്സ്യക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാൽ വിതരണോദ്ഘാടനം നിർവഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ കൊടുമ്പിൽ മുരളി അധ്യക്ഷനായി. സ്ഥിരം സമിതി അധ്യക്ഷരായ സുമന സുഗതൻ, ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, NP അജയൻ, മാഗി അലോഷ്യസ്, ഫിഷറീസ് കോർഡിനേറ്റർ PB സുമ എന്നിവർ പങ്കെടുത്തു. നന്മ കലാകായിക സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിൽ സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സ് ആരംഭിച്ചു. നന്മയുടെ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മുഹമ്മദ് നാസിഫ് ഉദ്ഘാടനം നിർവഹിച്ചു. നന്മ പ്രസിഡന്റ് PV അക്ബർ അധ്യക്ഷത വഹിച്ചു. KA അനസ്, ഷഫീദ്, അഫ്സൽ, KV ആരിഫ് തുടങ്ങിയവർ സംസാരിച്ചു. തദ്ദേശ ദിനാഘോഷത്തിന്റെ പ്രചരണാർത്ഥം സംഘടിപ്പിച്ച സംസ്ഥാനതല ബാഡ്മിന്റൺ മത്സരം മണത്തല കണ്ണാട്ട് ബാഡ്മിന്റൺ അക്കാദമിയിൽ ചേർന്നു. ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് ഉദ്ഘാടനം നിർവഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് അധ്യക്ഷത വഹിച്ചു. മതിലകം പഞ്ചായത്ത് സെക്രട്ടറി KK രാമദാസ്, ചാവക്കാട് നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷന്മാർ, തദ്ദേശികം ബാഡ്മിന്റൺ മത്സര ജോയിന്റ് കൺവീനർ ജോഷി തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ ലോർദ് മാതാവിന്റെ തിരുനാൾ രോഗികൾക്കുള്ള പ്രാർത്ഥനാ ദിനമായി ആചരിച്ചു. വികാരി ഫാദർ സെബി ചിറ്റാട്ടുകര കാർമ്മികത്വം വഹിച്ചു. ജെബിൻ ജാക്സൺ, അലൻ തരകൻ, അനിക മിൽട്ടൺ, ഹന്ന മാർഗരറ്റ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴുവിൽ സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ NSS വളണ്ടിയേഴ്സിന്റെ നേതൃത്വത്തിൽ നിർധന കുടുംബത്തിലെ വിദ്യാർത്ഥികൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു. സ്കൂൾ മാനേജർ ഡോക്ടർ വിൻസെന്റ് ചെറുവത്തൂർ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ഫാദർ ഡേവിസ് പുലിക്കോട്ടിൽ, പ്രിൻസിപ്പൽ ഡോക്ടർ ജോർജ്, റാഫി കൊമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. മഹാത്മാഗാന്ധി കുടുംബ സംഗമത്തിന്റെ കൊടുങ്ങല്ലൂർ ബ്ലോക്ക് തല ഉദ്ഘാടനം കൊടുങ്ങല്ലൂർ ഐക്കരപ്പറമ്പിൽ നടന്നു. KPCC വർക്കിംഗ് പ്രസിഡന്റ് TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു അധ്യക്ഷത വഹിച്ചു. TM നാസർ, VM മൊഹ്യുദ്ദീൻ, PU സുരേഷ് കുമാർ, PV രമണൻ എന്നിവർ സംസാരിച്ചു. അതിന് ഉണ്ടായ ഏറ്റവും വലിയ നേതൃത്വം കൊടുത്ത ആളാണ് മഹാത്മാഗാന്ധി. ഇന്ന് വർത്തമാനം പറയുമ്പോ ഗാന്ധിജിയെ പറ്റി പറയുമ്പോൾ അറിയാതെ നമ്മുടെ നെഞ്ചിനകത്ത് എവിടെ നിന്നോ ചില തേങ്ങലുകൾ വരും. നമ്മളെല്ലാവരും അച്ഛനെയും അമ്മേനെയും സ്നേഹിക്കുന്നവരാണ്. കോൺഗ്രസ്സുകാര് പ്രത്യേകിച്ചു. കോൺഗ്രസ്സുകാരെ പഠിപ്പിക്കുന്ന ഒരു പാഠമുണ്ട്. സ്വന്തം അമ്മനെയും അച്ഛനെയും സ്നേഹിക്കാത്ത ഒരു ഉമ്മേനും ഉപ്പനെയും സ്നേഹിക്കാത്ത ഒരു കോൺഗ്രസ് വേണ്ടാന്ന് ആദ്യം തന്നെ ഞങ്ങളോട് പഠിപ്പിച്ചു. പഴഞ്ഞി പെരുന്തുരുത്തി റോഡിന്റെ റീടാറിംഗ് പുരോഗമിക്കുന്നു. ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച 45 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് റീടാറിംഗ് നടത്തുന്നത്. വൺവേ ജംഗ്ഷൻ മുതൽ പെരുന്തുരുത്തി പുളിക്കക്കടവ് വരെയുള്ള 2.5 കിലോമീറ്റർ റോഡാണ് റീടാറിംഗ് നടത്തുന്നത്. ജലജീവൻ പദ്ധതിയുടെ പൈപ്പിടാനായി പൊളിച്ച റോഡിന്റെ വശം നന്നാക്കാത്തതുമൂലം യാത്രാ ദുരിതം രൂക്ഷമായിരുന്നു. യൂത്ത് കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഷുഹൈബ് രക്തസാക്ഷിത്വ അനുസ്മരണവും പുഷ്പാർച്ചനയും നടന്നു. മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി അധ്യക്ഷത വഹിച്ചു. UDF നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നേതാക്കളായ ചന്ദ്രപ്രകാശ് ഇടമന, NK കബീർ, MM നിഷാദ്, സതീഷ് ഇടമന, ഫൈസൽ ചിറ്റണ്ട, രഞ്ജിത്ത് മുരിങ്ങാത്തേരി, AU മനാഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി.
എളവള്ളി പഞ്ചായത്തിൽ ബാലസഭാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ദ്വിദിന പരിശീലന ക്യാമ്പ് നടന്നു. പഞ്ചായത്തിലെ 16 വാർഡുകളിൽ നിന്ന് 30 വിദ്യാർത്ഥികളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. കില ഫാക്കൽറ്റി VS ഉണ്ണികൃഷ്ണൻ പരിശീലനത്തിന് നേതൃത്വം നൽകി. എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ NP ജയ അധ്യക്ഷയായി. ജനപ്രതിനിധികളായ PM അബു, ഷാലി ചന്ദ്രശേഖരൻ, കുടുംബശ്രീ CDS ചെയർപേഴ്സൺ ഷീല മുരളി, സലിജ ഷമീർ, സരസ്വതി അജയൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുതുരുത്തി ദേശീയ ആയുർവേദ പഞ്ചകർമ്മ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ക്ഷയരോഗ ദിനാചരണത്തിന്റെ ഭാഗമായി ബോധവൽക്കരണ ക്ലാസ് നടന്നു. 100 ദിവസത്തെ ക്ഷയരോഗ ബോധവൽക്കരണ ക്യാമ്പയിനാണ് നടന്നത്. കടങ്ങോട് ഒഴിച്ചിലായിൽ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാദിനവും തൈപ്പൂയ മഹോത്സവവും ആഘോഷിച്ചു. മഹാഗണപതി ഹോമം, പാലഭിഷേകം, ഉച്ചപൂജ എന്നിവ നടന്നു. തുടർന്ന് ശീവേലി എഴുന്നള്ളിപ്പും പ്രസാദഊട്ടും നടന്നു. ഉച്ചയ്ക്ക് നാദസ്വരം, കാവടിയാട്ടം എന്നിവയും ചൊവ്വാഴ്ച വൈകിട്ട് ഗജവീരന്റെ അകമ്പടിയോട് കൂടിയുള്ള എഴുന്നള്ളിപ്പും പഞ്ചവാദ്യവും മേളവും നടന്നു. തുടർന്ന് ദീപാരാധന, നാദസ്വരം, മദ്ദളക്കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, തായമ്പക, കൊട്ടിപ്പാടിയുള്ള സേവ, ഭസ്മ കാവടി അഭിഷേകം എന്നിവയും നടന്നു. തുടർന്ന് കലാപരിപാടികൾ അരങ്ങേറി. ജൽജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കുഴിച്ച റോഡുകളുടെ പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തീകരിക്കുവാൻ കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ നിയമസഭയിൽ അറിയിച്ചു. സനീഷ് കുമാർ ജോസഫ് MLAയുടെ സബ്മിഷന് മറുപടി നൽകുകയായിരുന്നു മന്ത്രി. പ്രവൃത്തികൾ സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിന് വീഴ്ച വരുത്തുന്ന കരാറുകാർക്കെതിരെ നടപടിയും ഇവയുടെ പൂർത്തീകരണത്തിന് അടിയന്തര പ്രാധാന്യവും നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി. നിർമ്മാണം നടന്ന പ്രവൃത്തികളുടെ പണം ലഭിക്കാത്തവരാണ് റോഡുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിന് തടസ്സമായി കരാറുകാർ പറയുന്നത്. റോഡിന്റെ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടെയുള്ള തുടർ പരിപാലനത്തിന് ഗ്രാമപഞ്ചായത്തുകൾ തുക വകയിരുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. പൂവത്തൂർ സുബ്രഹ്മണ്യൻ കോവിൽ ക്ഷേത്രത്തിൽ തൈപ്പൂയം ആഘോഷിച്ചു. ക്ഷേത്രത്തിൽ നടന്ന വിശേഷാൽ പൂജകൾക്ക് മേൽശാന്തി PK കൃഷ്ണൻ നമ്പൂതിരി കാർമ്മികനായി. പൂരം എഴുന്നള്ളിപ്പിൽ ഗജവീരൻ ഗുരുവായൂർ ദേവദാസൻ തിടമ്പേറ്റി. മേളത്തിന് കേളത്ത് സുന്ദരൻ മാരാർ നേതൃത്വം നൽകി. ഗീതാ സത്സംഗ സമിതിയുടെ 11ാമത് ഗീതാ യജ്ഞത്തിന്റെ ഭാഗമായ ഗീതാമൃതം 15-ന് ഗുരുവായൂരിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ രാവിലെ 7-ന് ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ദീപം തെളിയിക്കും. തൃപ്പൂണിത്തുറ രാമസ്വാമിയാണ് ആചാര്യൻ. ഡോക്ടർ ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, ഡോക്ടർ ലക്ഷ്മി ശങ്കർ, TS രാധാകൃഷ്ണൻ, നാരായണസ്വാമി, ബദ്രിനാഥ്, മുൻ റാവൽജി, ഈശ്വരപ്രസാദ് എന്നിവർ പ്രഭാഷണം നടത്തും. കണ്ണൻ സ്വാമി, R നാരായണൻ, മോഹൻദാസ് ചേലനാട്ട്, ശ്രീകുമാർ P നായർ, ഡോക്ടർ സന്തോഷ് കൊല്ലങ്കോട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7,900, പവന് 63,200 രൂപ. വെള്ളി ഗ്രാമിന് 106 രൂപ.
പ്ലാറ്റിനം ഗ്രാമിന് 3460 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. UDF ജില്ലാ ചെയർമാനായി മുൻ MLA TV ചന്ദ്രമോഹനെ നിയമിച്ചു. 8 മാസത്തെ അനിശ്ചിതത്വത്തിനൊടുവിലാണ് പുതിയ ചെയർമാനെ നിയമിക്കുന്നത്. PC ചാക്കോ NCP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. പാർട്ടി പിളരുമെന്ന സാഹചര്യത്തിലാണ് രാജി. പേരാമംഗലത്ത് റോഡരികിൽ നിർത്തിയിട്ടിരുന്ന കാറിന്റെ ഗ്ലാസ് തകർത്ത് 7 ലക്ഷം രൂപ കവർന്നു. കടവിൽ ജോർജിന്റെ കാറിൽ നിന്നാണ് പണം കവർന്നത്. മസ്തകത്തിൽ പരിക്കേറ്റ് ചികിത്സ നൽകി വിട്ടയച്ച കാട്ടാനയെ വാടാമുറി വനത്തിൽ കണ്ടെത്തി. ആനയ്ക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിനായി മയക്കുവെടി വെച്ച് കോടനാട് അഭയാരണ്യത്തിലേക്ക് മാറ്റും. മാമാങ്കത്തിനൊരുങ്ങി മച്ചാട്. കൂറയിടൽ ചടങ്ങ് നടന്നു. ഈ മാസം 18-നാണ് മച്ചാട് മാമാങ്കം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.